സുഹൃത്തുക്കളെ നമസ്കാരം. ഈ അടുത്ത കാലത്തൊന്നും എറണാകുളത്ത് നടന്ന തരത്തിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനം കേരളത്തിൽ നടന്നിട്ടില്ല. ഒരു സഭയുടെ ഭവനത്തിൽ നിയമവിരുദ്ധമായി ഒരു വാറണ്ട് പോലുമില്ലാതെ നൂറുകണക്കിന് പോലീസുകാർ രാത്രികാലത്ത് അതിക്രമിച്ച് കയറി. നിദ്രയിലായിരുന്ന 21 വൈദികരെ അവർ വലിച്ചിഴച്ച് മർദ്ദിച്ച് വസ്ത്രാക്ഷേപം വരെ നടത്തി. പരിക്കേൽക്കാത്തവരായി അവരിൽ ആരുമില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സ്വന്തം ആട്ടിൻ പറ്റത്തിനുമേൽ പോലീസ് ചെന്നായ്ക്കളെ അഴിച്ചുവിട്ടത് ആട്ടിടയന്മാർ തന്നെയാണെന്ന് ഓർക്കണം. മനസ്സാക്ഷിയില്ലാത്ത കരിങ്കൽ ഹൃദയമുള്ള വെറുപ്പ് മാത്രം കൈമുതലായുള്ള നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിസ്സഹായരായി പകച്ചു നിന്ന് പോലീസിൻ്റെ മർദ്ദനത്തിന് ഇരയായിക്കൊണ്ടിരുന്ന ആ ദൃശ്യം ഏത് ദുഷ്ടൻ്റെയും കരളലിയിക്കും. എന്നിട്ട് നമ്മുടെ ബിഷപ്പുമാരുടെ കരൾ മാത്രം അലിഞ്ഞില്ല. ഒരു നല്ല വാക്ക് അവരോട് പറയാൻ പോലും നമ്മുടെ ദുഷ്ടമെത്താന്മാർ തയ്യാറായില്ല. സ്വന്തം കുടുംബത്തിലേക്ക് ഗുണ്ടകളെ വിട്ട് മക്കളെ തല്ലിക്കുന്നവർ കുടുംബദ്രോഹികളല്ലെങ്കിൽ മറ്റെന്താണ്? സർവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് ഇതാണ്. ഒരു സഭാ ആസ്ഥാനത്ത് കയറി പോലീസ് ഇതുപോലെ ഉഗ്രതാണ്ഡവമാടിയിട്ടും അതിനെ അപലപിക്കുവാൻ പോലും നമ്മുടെ മെത്രാന്മാരുടെ ചീഞ്ഞെളിഞ്ഞ നാവ് പൊങ്ങിയില്ല. നമ്മുടെ കൊച്ചു ബേബി കർദിനാൾ വടിവാഹകൻ ചട്ടിത്തൊപ്പി കൂവക്കാട് ക്ഷ എന്നൊരക്ഷരം പോലും ഇതിനെപ്പറ്റി പറഞ്ഞില്ല. വട്ടായി എവിടെ പോയി? പുറപ്പണ്ണൻ, ഡൊമിനിക് കൊണമണാൽ, നായ്ക്കൻ, പനക്കൻ, മഞ്ഞാക്കൻ ഇവരൊക്കെ ഏത് പൊത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത്? ഇതിപ്പോൾ നമ്മുടെ മെത്രാന്മാർ മാത്രമല്ല കേട്ടോ, മറ്റു സമുദായങ്ങളിലെ മെത്രാന്മാരും മറ്റു മതക്കാരും ആരും തന്നെ ഇതൊന്നും കണ്ടതായി നടിച്ചു പോലുമില്ല. ആരാൻ്റെ വീട്ടിലെ കല്യാണത്തിനും ചാത്തത്തിനും കൊച്ചിൻ്റെ 28 കെട്ടിനും ഓടിയെത്തുന്ന രാഷ്ട്രീയക്കാർ ആരും അവിടെ വന്ന് കണ്ടില്ല. ആരോ പറഞ്ഞ പോലെ പട്ടി കടിച്ചവനെ കാണാൻ പോലും ഓടിയെത്തുന്ന വി ഡി സതീശൻ, അതുപോലെ തന്നെ ഹൈബി ഈഡൻ, ഇവരൊന്നും ഇതിനെപ്പറ്റി ഒന്നും പരാമർശിച്ചു കണ്ടില്ല. കണ്ണു ചിമ്മിയാൽ സ്വമേധയാ കേസെടുക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ പോയി? വണ്ടിമുട്ടി പട്ടിയെത്താൽ പോലും അന്വേഷണ ഉത്തരവിടുന്ന ഹൈക്കോടതി എവിടെ പോയി? സാമൂഹിക സാംസ്കാരിക നായകന്മാരുടെ നാവും ഇറങ്ങിപ്പോയോ? എന്തൊക്കെയായാലും എറണാകുളത്തെ വിശ്വാസികൾ ഈ സംഭവം ഒരിക്കലും മറക്കില്ല. അവർ വിട്ടുകൊടുക്കില്ല. ഈ അതിക്രമത്തിൻ്റെ സൂത്രധാരകരെ ഇവിടുത്തെ ജനങ്ങൾ പുകച്ച് പുറത്തിയടിക്കും. കുഞ്ഞാടുകളെ വെട്ടിനുറുക്കി ബിരിയാണി വയ്ക്കുന്ന ഇടയന്മാരെ നമുക്ക് വേണ്ട. താങ്ക് യു വെരി മച്ച്.